ആരും അറിയുന്നില്ല. ഇപ്പോ പ്രസന്റ് ചെയ്യുന്ന ആളുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരിക്കലും, കാരണം എനിക്ക് ജയരാജേട്ടനെ ഇഷ്ടമാണ്, ഞാൻ ഉമ്മൻചാണ്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ജയരാജേട്ടനെ ആയാലും ഇപ്പം പിണറായി വിജയന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് റിപ്പോർട്ടറിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമുക്ക് വസ്തുതയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കൊടുക്കുള്ളൂ. ഞാൻ പറയുള്ളൂ, എല്ലായിടത്തും ലോകത്ത് എവിടെയുള്ളതാണ്, നമ്മുടെ നാട്ടിൽ നിന്നുള്ളതല്ല. അതായത് എൻ്റെ പാർട്ടി ഓഹോ നിന്റെ ആ ഒരു നമ്മുടെ പണ്ട് കാലത്ത് അവർണരും സവർണരും ജാതിയുടെ പേരിലും റേസിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത പോലെ തന്നെയല്ലേ ഇപ്പൊ പൊളിറ്റിക്സിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഒരു രാഷ്ട്രീയപരമായ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് ആൾക്കാർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നെന്ന് തോന്നിയിട്ടില്ലേ? എന്തിനാണ് അങ്ങനെ ഒരു അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായാലേ താങ്കൾക്ക് ജോലി കിട്ടൂന്ന് വന്നാൽ താങ്കൾ ആ രാഷ്ട്രീയ പാർട്ടി പോയി ചേരും. ഇന്ന് കേരളം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻവാതിൽ വഴി നിങ്ങൾക്ക് നിയമനം കിട്ടും എന്ന് കണ്ടാൽ നിങ്ങൾ ആ പാർട്ടിയിലേക്കേ പോകൂ. അത് മനുഷ്യനിൽ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിലല്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമായിക്കൊണ്ടുള്ള ജോലി നേടലോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായി ജോലി ചെയ്യുന്ന ന്യൂസ് ചാനൽ കൈരളി പീപ്പിൾ TV ആണ്. എന്നാൽ ഞാൻ SFIയുടെ ഒരു കേഡറോ അല്ലെങ്കിൽ CPIM പാർട്ടിയിലെ ഒരു അംഗമോ അല്ല. അവിടെ എന്റെ മെറിറ്റും ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കൃത്യമായ വഴികളിലൂടെയാണ് ഞാൻ വന്നത്. പക്ഷേ പാർവതിനെ പൊതുവെ SFIയുടെ ആളല്ല, BJPയുടെ ഒരാളായിട്ട് തന്നെയാണ്. ഇപ്പോ നമ്മളിപ്പോ BJPയിൽ എനിക്ക് അംഗത്വമുണ്ടോ എന്ന് ചോദിക്കും. സംസ്ഥാന പ്രസിഡന്റിനെ ഫോൺ നമ്പർ എടുത്തൊന്ന് വിളിച്ചു നോക്കി അറിയാമോ. അംഗത്വം ഉണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, അംഗത്വം ഉണ്ടോ, അംഗത്വം എടുത്തില്ല. പക്ഷെ ഞാൻ പഠിച്ച കോളേജിൽ ABVP ഇല്ല. ഞാൻ അതിനുശേഷം BJPയുടെ അംഗമാവുകയോ ഒന്നും ചെയ്തില്ല. നമുക്കൊരു എന്താ പറയുക, അല്ല, ഞാൻ BJPയിൽ അംഗമായാൽ അതൊക്കെ വാർത്തയാവില്ലേ? അംഗമാവുക എന്നുള്ളതല്ല, ഒരു അനുഭവം ഉണ്ടാവുക എന്നുള്ളത്. എന്റെ വീട്ടില് ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് ഇഷ്ടമാണ്, കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഉടൻ ഞാൻ BJP അല്ലെങ്കിൽ ഞാൻ BJP അംഗമാണ്. ആ വ്യാഖ്യാനം തെറ്റാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ഇഷ്ടപ്പെടാമെങ്കിൽ എന്തുകൊണ്ട് അതിനേക്കാൾ നമ്മുടെ രാജ്യത്തിന്റെ മേന്മ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചിട്ടുള്ള രാജ്യത്തിന്റെ വളർച്ച അത് ഓരോ വർഷം കഴിയുന്നതോറും കാട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടാ? ഓക്കെ, അതാണ് എൻ്റെ വ്യൂ. ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ സംസ്ഥാനത്തെക്കുറിച്ച് ഒക്കെയാണ്. അതിൽ ഞാൻ വളരെ ഫോക്കസ്ഡ് ആണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഒരു മോശം പ്രവണതയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനത് പറയും. നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഞാനത് പറയും. എന്നാൽ നല്ലത് കണ്ടാൽ ഞാനത് നല്ലതാണെന്നും പറയും. നമ്മുടെ റോഡുകൾ നന്നായാൽ ഞാനത് റോഡ് നന്നായി എന്ന് പറയും. അതിന്റെ ക്രെഡിറ്റ് പൊതുമരാമത്ത് മന്ത്രിക്കാണ്. സംസ്ഥാന പാതകൾ നന്നായി കൊണ്ടുവന്നാൽ അതിന്റെ ക്രെഡിറ്റ് പൊതുമരാമത്ത് മന്ത്രിക്ക് തന്നെയാണ്. അവിടെ രാഷ്ട്രീയം വെച്ചല്ല ഞാൻ വിലയിരുത്തുന്നത്. ഇപ്പോൾ വന്ദേ ഭാരത് വന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര റെയിൽ മന്ത്രിയുടെ അടുത്തേക്ക് ആ നിവേദനം കൊണ്ടുപോയ ആൾക്കാണ്. അത് K. സുരേന്ദ്രനാണ് കൊണ്ടുപോയതെങ്കിൽ K. സുരേന്ദ്രൻ എന്ന് ഞാൻ പറയും. അവിടെ നിന്ന് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്ന രീതിയോടൊന്നും എനിക്ക് യോജിപ്പില്ല. ആരാണോ അത്, ആരാണ് A എങ്കിൽ A, B എങ്കിൽ B, അല്ലാതെ അതിൽ ഒളിച്ചു വെക്കലുമില്ല, ഒളിച്ചു കടത്തലുമില്ല. പ്രധാനമന്ത്രി ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് എന്ന് തന്നെ പറയും. അപ്പോൾ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ കുറിച്ച് ഞാനും ഡോക്ടർ അരുണും തമ്മിലുള്ള തർക്കം മിക്കപ്പോൾ എന്നെ വിമർശിക്കാൻ സ്ഥിരമായി എടുത്ത് പറയുന്ന അതാണ്. പ്രധാനമന്ത്രിയുടെ ഒരു ശൈലി അതാണ്, ആളുകളുമായി കണക്ട് ചെയ്യുന്നത് മൻ കി ബാത്ത് വഴിയാണ്. അത് പ്രധാനമന്ത്രി സ്വീകരിച്ച ശൈലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ 6 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് സാന്ത്വനമായെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ശൈലി. രണ്ടും രണ്ട് വ്യക്തികളാണ്, രണ്ട് ഭരണാധികാരികളാണ്. അവർക്ക് അവരുടേതായ രീതിയിൽ പോകാനായിട്ടുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ സുജയ പാർവതിയുടേതായ നിലപാടെടുക്കാനും അവകാശമുണ്ട്. You got the point? I got the point. പക്ഷേ മീറ്റ് ദ എഡിറ്റേഴ്സിൽ പലപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ഈ ഫൈറ്റ് സ്ക്രിപ്റ്റഡ് അല്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? സ്ക്രിപ്റ്റിന്റെ ഒക്കെ എന്ത് ആവശ്യം, ഇതിങ്ങനെ കമ്പ്യൂട്ടർ പോലെ പ്രിന്റ് ചെയ്ത് വരുമല്ലേ? ഇപ്പൊ പലപ്പോഴും നികേഷ് കുമാർ സാറ് നിങ്ങൾ രണ്ടുപേരും ആർഗ്യുമെന്റ് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതെ, സാറിന് ടെൻഷൻ അധികം സഹിക്കാൻ പറ്റാത്തതുണ്ടാവും. പിന്നെ സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ റെസ്പെക്ട് കൊടുത്താണ് എപ്പോഴും. ഞാൻ സാറേന്ന് തന്നെയാണ് ഞാൻ ആ ഷോയിലും വിളിക്കാറുള്ളത്. നികേഷ് സാറേന്ന് വിളിച്ച്, അതായത് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് 2011 ഈ റിപ്പോർട്ടർ ചാനലിന്റെ തുടക്കത്തിന് മുമ്പുള്ള ആ സമയത്ത് എന്നെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നികേഷ് സാറിനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ ഏഷ്യാനെറ്റിലേക്ക് പോയതിനു ശേഷം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ വരുമ്പോഴും ഈ റിപ്പോർട്ടർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം കാണുമ്പോൾ സാർ എന്നെ കാണുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ കുട്ടിയാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ആ ഒരു വാമത്തുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ കാണണമെന്നില്ല, വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ഞാനൊരു പ്ലസ് ആയിട്ടാണ് കാണുന്നത്. എവിടെ അവസാനിച്ചോ അവിടെ തന്നെ തുടങ്ങാൻ പറ്റും, എത്ര ഗ്യാപ്പ് ഉണ്ടെങ്കിലും അല്ലേ? അതെ, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതൊരു കാരണം റിപ്പോർട്ടർ എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമാണ് അന്ന് സാറ് ഡിസൈൻ ചെയ്തത്. ഞാൻ അന്ന് അതിന്റെ ഭാഗമായിട്ട് വരുന്നതും അങ്ങനെ ആ ഒരു ചിന്തയുടെ പുറത്താണ്. അതിൽ നിന്ന് ഇപ്പോൾ പുതിയ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് ഒരു ഇത് വരുമ്പോഴേക്കും അതിലേക്കും എനിക്ക് വരാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഞാനതൊരു പ്ലസ് ആയിട്ടാണ് കാണുന്നത്. കാരണം അത് there is something. അന്ന് അവിടെ നിൽക്കാതെ പോയ ഞാൻ ഇവിടെ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംതിങ് ഡെസ്റ്റിനി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്ന് എന്തോ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി ആയിരിക്കും ബ്രേക്ക് എടുക്കണം എന്നല്ലേ വിചാരിച്ചിരുന്നത്? 24 മാറിയിട്ട് അങ്ങനെ ഒരു ഇല്ല,
ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്നതിനെ പറ്റിയിട്ട് വന്നിട്ടേ ഇല്ല. ഇല്ല. പക്ഷെ അങ്ങനെ ഒരു ന്യൂസ് വന്നതുപോലെ ഇല്ല, ബ്രേക്ക് എടുത്തില്ല. ഞാൻ കുറച്ച് തീർത്ഥയാത്രയൊക്കെ നടത്തി, ചിത്രങ്ങളൊക്കെ കണ്ടുകാണല്ലോ. ഞാനന്ന് കാശിയൊക്കെ പോയി. ഞാനന്ന് ഉത്തർപ്രദേശ് മുഴുവൻ ഒന്ന് പോയിരുന്നു, യാത്ര പോയിരുന്നു. അത് പബ്ലിക് പോളിസി റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അതിന്റെ ഇൻവൈറ്റ് അനുസരിച്ചാണ്.